അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ ചായയും കടി ഉണ്ടാക്കിക്കുന്നത് പുട്ടല്ല കേട്ടോ, സോറി, മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് തിന്നാണ് കേട്ടോ, എല്ലാവർക്കും കൂടി ഇല്ലതാണ്. ഓരോ മുട്ട പഴം കേട്ടോ, കുറച്ച് പഴം കൂടി അവിടെ ഉണ്ട്. ഞാനിതിങ്ങനെ ഇവിടെ കൊടുത്തു വെച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. നമ്മൾ കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷം, പിന്നെ നമ്മളെ ടൂർ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേക്ക് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ എന്നത്തെയും പോലെ തന്നെ ആദ്യം ഉണ്ടാക്കേണ്ട സംഭവമാണ് കലത്തപ്പം. കലത്തപ്പം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പൂവടയ്ക്കും പൊരിച്ച പത്രിക്കൊക്കെ വെള്ളം വെക്കൽ കേട്ടോ. അപ്പോൾ പൊരിച്ച പത്രി ഓൾറെഡി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനെന്നും കാണിക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെ പൊരിക്കണമെന്ന് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പൊരിച്ച പൂവടയാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ കടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ഭാഗം ഞാൻ ട്രിപ്പ് കോരി വെച്ചിരിക്കണ ചട്ടിയിലുണ്ട്. പിന്നെ ഇന്നത്തെ പൊരിച്ച പത്രി എന്നത്തെയും പോലെ ഉഷാറായിട്ടില്ല കേട്ടോ. പൊടി കുഴച്ചപ്പോൾ ഭയങ്കര ഡ്രൈ കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പൊള്ളച്ച് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പൊരിച്ച പൂവട തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എണീറ്റിട്ട് പണി തുടങ്ങുമല്ലോ. അപ്പോൾ 3:30 കേട്ടോ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞൊരു വിശപ്പ്. അപ്പോൾ ഒരു പൊരിച്ച പൂവട അങ്ങനെ ടേസ്റ്റ് മതി. പിന്നെ നമുക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സാധാ ആവിപ്പൂവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആവിന് അതും കൊടുത്തേക്കിട്ടോ. പിന്നെ കുറച്ച് അല്ലാണ്ട് കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കാൻ അപ്പോൾ അത് ഞാൻ ഓവണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അയില പൊരിച്ചക്കേനും പിന്നെ വെള്ളരിക്കയും ചക്കക്കുരും മുരിങ്ങാക്കായ ഇട്ടിട്ടൊരു തേങ്ങ കരച്ചിട്ടൊരു കറിയും വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പയർ പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളിന്ന് വീട്ടുവിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് പ്ലാനറ്റോറിയം പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പഠനാവശ്യത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ അധികം ടൂർ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ ചിന്തിക്കാനും ഉള്ളൊരു ഏരിയയാണ്. ഫിസിക്സ് പരമായിട്ടും ബയോളജി സയൻസ് പരമായിട്ടൊക്കെ ഒരുപാട് പഠനത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മുയൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോനു അവനെ കാണുമ്പോൾ ഇങ്ങനത്തെ ജീവികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് ഓലൊന്ന് നോക്കിയിട്ടുള്ളൂ കേട്ടോ പോരാം. അപ്പോൾ ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. മുയലുകളാണ് കേട്ടത്. കറുത്ത മുയലും വെള്ള മുയലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫിസിക്സ് പരമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ കാണുന്ന കോയിലാണ് കേട്ടോ. ഈ കാണുന്ന കോയിലിൽ അങ്ങേ തലക്കുന്ന നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഇങ്ങേ തലക്കൊക്കെ അത് നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം ഇങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആദ്യം ഇതേപോലെ പിന്നെ ഇങ്ങനെ ചേഞ്ചായി ഇങ്ങനെ വന്നു എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പം അതാണ് കേട്ടോ ഇത്. പിന്നെ അതാ നമ്മളെ ഗാന്ധിജി കേട്ടോ. അപ്പോൾ ഇതൊരു റോക്കറ്റിൻ്റെ ചിത്രമാണ് കേട്ടോ. നമ്മളെ ISROൻ്റെ മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് കാണാനുള്ളത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സോനും ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പുറത്ത് അവിടെ ഒരു ഫോട്ടോസ് ഉണ്ട് കേട്ടോ, എയറിൽ ഇരിക്കണ പോലെ തോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആണി വെച്ചിട്ടുള്ളൊരു ബെഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇരുന്നാലും കിടന്നാലും ഒന്നും നമുക്ക് കുത്തലൊന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ടോ, ഒന്നും സംഭവിക്കണില്ല കേട്ടോ. അപ്പോൾ ഒരാണിക്കാണെങ്കിൽ നമുക്ക് തറച്ച് മേലേക്ക് പോകില്ല. അപ്പോൾ ഫുള്ളായിട്ട് ആണിയും കൊണ്ട് ബെഡ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ. എങ്ങനെ കയ്യുള്ളൂ കാണില്ല. ഈ വെള്ളം എവിടുന്ന് വരുന്നു? ആ വെള്ളം അറിയില്ല. അത് ഇത്ര തന്നെ ഉള്ളൂ. ഇത് നമ്മക്ക് ഒരു തോന്നിക്കാണ് ഫീൽ ആവണത്. ഒരു ഇല്യൂഷൻ
ആയിട്ട് തോന്നാണ്. ഇത് നോക്കിയോ സോഫീസ് നോക്കിയത് ഗ്ലാസ് ട്യൂബ് ഉണ്ട് ഇവിടെ ഒന്ന് നോക്കി നമ്മളെ കണ്ണിന് അതിൻ്റെ മേലെ കൂടെ വെറുതെ ഇങ്ങനെ കൈ വെച്ചാൽ തന്നെ നല്ല സൗണ്ട് വരികയാണ് കേട്ടോ. തൊടൊന്നും വേണ്ടല്ലേ. ഇതാണ് സയൻസിൻ്റെ ഒരു ഇത്. സയൻസ് പഠിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് ഉണ്ട്. ഇവിടെ 4 കണ്ണാടി ഉണ്ട്. ബട്ട് നമുക്ക് നോക്കി ഓരോരുടെ മൂലം നോക്കി ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു ട്രെയിനിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചത് കേട്ടോ. പക്ഷെ ഇത് കണ്ണാടി കാരണം നമുക്കിതിൻ്റെ അറ്റം കാണില്ല കേട്ടോ. 2 തലക്കൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലും ട്രെയിനിന് അറ്റല്ലാത്ത പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇത് ഫുള്ള് കണ്ണാടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എയില് പോയത് പിന്നെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വരികയെന്ന് അറിയില്ല കേട്ടോ. എയില് പോയാൽ നമുക്കൊരു വഴി അറിയാത്ത ഫീലിംഗ് ആണ്. ഒപ്പം ആൾക്കാരെ ഇങ്ങനെ തരികയാണ് കേട്ടോ ഈ താഴത്തേക്ക്. ഇത് വാതിലാ. ഈ കണ്ണാടിയിൽ നമ്മളെ കാണൂല ഗൈസ്. കാണും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിന്നാൽ കാണും ഗൈസ്, ഇങ്ങനെ നിന്നാലും കാണും ഗൈസ്. സെൻറ്ററിൽ നിന്നാൽ നമ്മളതിൽ കാണൂല. മാജിക് കണ്ണാടി. സോനു 2 എണ്ണം. സോനു ഫുള്ളൻ. ഇതെന്താ എന്താണ് റൂമിന്റെ അടിയല്ലേ പാറ തട്ടുകള്. എന്താ ഭയങ്കര ഹെവി ആയിട്ടുള്ള ചൂടാണ്. നീ ഫസ്റ്റത്തെ ലെയർ മണ്ണല്ലോ പിന്നെ നക്ഷത്രം ഓഷൻ ബെഡാണ് കടലിന്റെ അടിത്തട്ട്. മറ്റേ ഇതാണ് പവിഴപ്പുറ്റുകൾ. ഇതിനെന്താ പറയുക ഈ സംഭവം ഇറങ്ങിയാലോ? അതാ കറങ്ങണ്. പിന്നെയോ ഇവിടെ വാ, ഇവിടെ ഒരു സാധനം ഉണ്ട്. എനിക്കല്ലേ ലോകം ചുറ്റി കാണാൻ താല്പര്യം ഉണ്ടായിരുന്നത്. ചുറ്റി കണ്ടൂട്, അത് തിരിച്ചൂട്. പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ചാണ് കണ്ടൂട് തന്നെ ലോകം. തൊഴിലാളികള് കേരളം മലപ്പുറം ഇങ്ങനെയുണ്ട്. ആടത്തെ പണിയെടുത്തിന് മനുഷ്യന്മാര് പാടത്തല്ല ഉപ്പാണ് കഴിച്ചത്. ഉപ്പ് കണ്ട ഉപ്പ് നിർമ്മാണാണ്. ഉപ്പാണല്ലേ. ഉണ്ട് അപ്പുറത്തില്ലല്ലോ. തിരമാല. കടലിന്റെ അടുത്തൊക്കെയുള്ള സ്ഥലം പ്രൊവൈഡ്. നിങ്ങൾക്ക് DNA ഇത് കാണണോ? നമ്മളെ
നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിലുള്ള മീനുകളും പവിഴപ്പുറ്റുകളും കണ്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതിൽ. DNA സ്ട്രക്ചറാണ്. യുറയും മില്ലറും രണ്ടാൾക്കാരാട്ടോ. DNA ടെസ്റ്റ് ചെയ്യണം. ആ പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഇതൊക്കെ. ഇത് വാസ്കോഡഗാമ ഇറങ്ങിയ കപ്പലാ തോന്നണം കേട്ടോ. അന്ന് അവിടെ ഒരു വായിച്ച ഓർമ്മ ഉണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് സൗണ്ട് കൊടുക്കണം. നന്നായിട്ട് ചില സ്ഥലത്തൊക്കെ ഭയങ്കര അലമ്പായതുകൊണ്ട് കേട്ടോ. No touch. No touch. അപ്പോൾ ഗൈസ് ഈ കാണുന്നത് ചൈനീസ് നെറ്റാണ് കേട്ടോ. ഇത് എന്തെങ്കിലും പറയുക. zebra. തിലോപ്പി. ആക്കണം zebra tilapia. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.